ഇടുക്കിയിൽ കോലാഹലമേട്ടിൽ ഇപ്പോൾ പ്രഭാകരൻ്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. പ്രഭാകരൻ്റെ ബന്ധുവായ ലീലാമണിയുടെ വീട്ടിൽ 2 ദിവസം മുമ്പോ മറ്റോ എത്തിയതാണ് പ്രഭാകരൻ. അവിടെ ഇപ്പോൾ ഭിത്തി പൊളിച്ചാണ് പ്രഭാകരനെ പുറത്തെത്തിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ അല്പസമയം മുമ്പുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, ഇപ്പോൾ പ്രഭാകരൻ്റെ ബോഡി കൂടി കണ്ടെത്തിയോ? അരുൺ, അല്പസമയം മുമ്പാണ് പ്രഭാകരന്റെ മൃതദേഹം പുറത്തെടുത്തത്. ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട ഈ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ മൃതദേഹം പുറത്തെടുക്കാനായത് എന്നതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം. ഈ രക്ഷാപ്രവർത്തനം, ഈ മണ്ണ് നീക്കിയുള്ള രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. കാരണം ഈ വീടിന് പുറകിൽ നിന്നും 20 അടിയോളം ഉയരത്തിലാണ് മണ്ണിടിഞ്ഞ് ഈ വീടിന് മുകളിലേക്ക് പതിച്ചത്. പ്രഭാകരൻ കിടന്നുറങ്ങിയിരുന്ന വീടിന് റൂമിന് മുകളിലേക്കാണ് മണ്ണ് പതിച്ചത്. മണ്ണ് പതിച്ചതോടുകൂടി തന്നെ വീടിന്റെ ഭിത്തിയും തകരുകയായിരുന്നു. പ്രഭാകരന്റെ ശരീരത്തേക്കാണ് ഈ ഭിത്തി ഇടിഞ്ഞു വീണത്. അതാണ് രക്ഷാപ്രവർത്തനം ഇത്രയ്ക്ക് ദുഷ്കരമാകാൻ കാരണം. പിന്നീട് JCB ഉപയോഗിച്ചുകൊണ്ട് വീടിന്റെ ഒരു സൈഡ് തുരന്ന ശേഷമാണ് അകത്തു നിന്ന് മണ്ണ് മാറ്റിയ ശേഷം സാവധാനം മൃതദേഹം പുറത്തെടുക്കാനായത്. എന്തായാലും ഒരു ദുഃഖകരമായിട്ടുള്ള സംഭവമാണ് ഈ കോലാഹലമേട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരാഴ്ച മുമ്പായിരുന്നു ഈ ലീലാവതിയുടെ വീട്ടിൽ ഈ പ്രഭാകരൻ എത്തുന്നത്. ഇരുവരും ബന്ധുക്കളാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ ലീലാവതിയുടെ കാര്യങ്ങൾ നോക്കാനായി പ്രഭാകരൻ വീട്ടിലെത്താറുണ്ട്. അതനുസരിച്ചാണ് ഒരാഴ്ച മുമ്പും ഇവിടെ എത്തിയത്. പക്ഷേ ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായി ഈ മണ്ണിടിഞ്ഞ് വീഴുകയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കിടന്നുറങ്ങുന്നതിനിടെ പ്രഭാകരന്റെ ജീവൻ നഷ്ടപ്പെടുകയുമായിരുന്നു. എന്താണ്ട് 2-3 മണിക്കൂർ നീണ്ട പ്രവർത്തനത്തിനൊടുവിലാണ് ഈ മണ്ണ് മാറ്റിയ ശേഷം പ്രഭാകരന്റെ ഈ മൃതദേഹം പുറത്തെടുക്കാനായത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ജില്ലാ കളക്ടറും സംഭവ സ്ഥലത്തെ MLA അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ വീടിന്റെ പുറംഭാഗത്ത് ഏതാണ്ട് 20 അടിയോളം ഉയരത്തിൽ വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. എന്തായാലും ലീലാവതി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നതും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഈ ലീലാമണി കിടന്ന സ്ഥലത്തേക്ക് മണ്ണ് വീഴാഞ്ഞത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. പ്രഭാകരൻ കിടന്ന മുറിയുടെ ഭാഗത്തേക്ക് മണ്ണിടിഞ്ഞ് വീണത് കൊണ്ടാണ് മണ്ണിൽ അടിയിൽപ്പെട്ടത് അല്ലേ? ആ തത്സമയ ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ്. വലിയ രീതിയിലുള്ളൊരു മണ്ണ് ഇടിഞ്ഞ് ഒലിച്ചാണ് അവിടേക്ക് വന്നിരിക്കുന്നത് അല്ലേ? രാഹുൽ സുരേഷാണ് കോലാഹലമേട്ടിൽ നിന്നും തത്സമയം നിന്നത്. ഇടുക്കിയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോലാഹലമേട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അവിടെ പ്രഭാകരൻ മരിച്ച വീട് ലീലാമണിയുടെ വീടാണ്. ലീലാമണിയുടെ ബന്ധുവായ പ്രഭാകരൻ വൈക്കം സ്വദേശിയാണ്. അദ്ദേഹം ലീലാമണിയുടെ വീട്ടിലെത്തിയതാണ്. അദ്ദേഹം കിടന്നുറങ്ങുന്ന മുറിയുടെ ഭാഗത്തേക്കാണ് ഇന്നലെ ഈ മണ്ണും കല്ലും ഒക്കെ വന്ന് പതിച്ചത്. അപ്പുറത്ത് ലീലാമണി അടുത്ത മുറിയിലുണ്ടായിരുന്നു. അവർ പക്ഷേ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവരുടെ മേലിലേക്കോ അവരുടെ മുറിയിലേക്കോ കാര്യമായിട്ട് ഈ മണ്ണും കല്ലും വന്ന് പതിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി കോലാഹലമേട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. ആടൂർ മലയിലും ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ മാത്രം 2 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിൽ 1 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, ജോസഫിൻ ജോണി എന്ന് പറയുന്നയാൾ പയ്യാനിത്തോട്ടത്തിലാണ് മരിച്ചത്.